കണ്ണന് ഞാനൊരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഉള്ളിൽ വെച്ചിട്ടാ ഓരോന്ന് വെച്ച് വിളമ്പി കൊടുക്കുന്നത്. സ്വന്തം നിലനിൽപ്പിനായിട്ട് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറവും സംസാരിക്കും. അമ്മയ്ക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവൾ ഇനി ഈ വീടിനകത്ത് കയറാൻ പാടില്ല. നിന്നെ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ നിന്റെ കണ്ണൊന്ന് നിറഞ്ഞ നിന്നോട് മുഖം കറുത്ത് ആരെങ്കിലും ഒന്ന് സംസാരിച്ച നീ ഉടനെ ഇറങ്ങി ഓടുമായിരുന്നല്ലോ നിന്റെ വീട്ടിലേക്ക്. നിന്റെ മുത്തശ്ശിയോടും അച്ഛനോടും പരാതി പറയായിരുന്നല്ലോ. ഇപ്പൊ തല്ലി ഇറക്കിയിട്ടും നീ എന്തിനാണ് തിരികെ വരുന്നേ? കണ്ണേട്ടാ, ദേ ഒരുത്തി വന്നിരിക്കുവോ വീണ്ടും. മുകളിൽ കിടക്കുന്ന കൊലയാളിക്കൊപ്പം ജീവിക്കാൻ ഇവളെ വെറുതെ വിടരുത് കണ്ണേട്ടാ. നീ എന്തിനാ എന്റെ കാലം ഓടിക്കുന്നേ? ഇവള് കാല് പിടിക്കും, കിടന്ന് മാറത്തടിച്ച് കരഞ്ഞെന്നും വരും. മുത്തശ്ശി ചെവിയിൽ ഓതി കൊടുത്ത് കാണും. അനുനയത്തിൽ നിന്നിട്ട് വീണ്ടും കണ്ണേട്ടിനെ ഏട്ടത്തെയും നിങ്ങളുടെ കുഞ്ഞിനെയൊക്കെ കൊന്ന് രസിക്കാൻ. ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ എന്നെയും തളർത്തിയിരിക്കാ കണ്ണേട്ട. എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ടാ ഞാനെല്ലാം സഹിക്കുന്നത്. ഈ താലി എന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഞാൻ പോവാത്തത് അതുകൊണ്ടാ. കാലണയ്ക്ക് ഉപ്പ് തേക്കാത്തൊരുത്തനാ എന്റെ ഏട്ടനെന്ന് പറയുന്നവൻ. അവൻ നിന്നെ നിന്റെ കുഞ്ഞിനെ നോക്കും. അവൻ എന്തെങ്കിലും കാര്യമായിട്ടേ നീയോ നിന്റെ വീട്ടുകാരോ കൊടുക്കുവാണെങ്കിൽ, അല്ലാതെ നിന്നോടോ നിന്റെ കുഞ്ഞിനോടോ അവന് യാതൊരു സ്നേഹവും ഇല്ല. അങ്ങനെ ഒരുത്തനുമായി ജീവിക്കുന്നതിലും നല്ലതേ നീ നിന്നെ സ്നേഹിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കുന്നതാ. അവർക്കൊരു വീടുണ്ടല്ലോ, അവിടെ പോയി നിക്ക്. കണ്ണേട്ടാ, ഒരു കാരണവശാലും ഇവളെ ഈ വീട്ടിനകത്തോട്ട് കയറ്റരുത്. എന്നെ ഇറക്കി വിടരുത് കണ്ണേട്ടാ. നീ വന്നപ്പോ ഞാൻ ഉണ്ണിയോടൊരു കാര്യം പറഞ്ഞു. നീ തെറ്റ് ചെയ്താൽ നിനക്കൊപ്പം ഞാൻ അവളെ ഇറക്കി വിടുവെന്ന്. പക്ഷേ ഇപ്പൊ തെറ്റ് ചെയ്തിരിക്കുന്ന അവനാ. കാലൊടിഞ്ഞു വന്ന അവനെ പുറത്താക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവൻ ഇത്രയും നാളും ജോലി ചെയ്ത പൈസയൊക്കെ അതേപടി ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുക. അവന് ജോലി പോയ ശേഷം കൊടുത്ത തുകയും അവിടെ തന്നെ കിടക്കുക. മാർക്കോ അവന്റെ കാല് തല്ലി ഒടിച്ചതുകൊണ്ട് അവന്റെ ചികിത്സയ്ക്കുള്ള പണം ഞാൻ കൊടുക്കും. പക്ഷേ അവൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നവന് മാത്രമേ പണത്തിന്റെ വില അറിയാൻ പറ്റൂ. ചുളുവിന് പൈസ കിട്ടിയാൽ വിയർപ്പിന്റെ വില അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി അത് അവൻ അറിയണം. എന്നുവെച്ചാ അവൻ അധ്വാനിച്ച പൈസ കൊണ്ട് അവൻ അവന്റെ കുടുംബം നോക്കണം. അവനൊരു കുടുംബം ഉണ്ടാക്കണം. എന്നുവെച്ചാ ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന ഏർപ്പാടൊക്കെ ഞാനങ്ങ് നിർത്തിയെന്ന്. അങ്ങനെ തന്നെയാ മോനെ വേണ്ടത്. ദേ അമ്മയുടെ വാക്കും പൂർണ്ണമായിട്ടങ്ങ് വിഴുങ്ങണ്ട കേട്ടോ കണ്ണേട്ടാ. നിന്റെ അമ്മയെ ഞാൻ അമ്മയെന്ന് വിളിച്ചതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് കടുത്ത തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അന്യനെ ആശ്രയിക്കുമ്പോഴാ സഹായം കിട്ടാതെ വരുമ്പോ അവനവന്റെ തനിക്കുണം പുറത്തെടുക്കുന്നത്. നിനക്ക് പറഞ്ഞു മനസ്സിലായോ? ഇതുവരെ നിനക്ക് കിട്ടിയ സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ണി എഴുന്നേറ്റ് നടന്നാൽ നിനക്ക് കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്.
എന്നാലും കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാ. എന്നാ പിന്നെ നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയുന്നില്ല. ഇതാ കുഴപ്പം. ഏട്ടനെക്കാളും കഷ്ടമായി ഈ കാര്യത്തിൽ ഏട്ടത്തി. നൂലുകെട്ട് കഴിഞ്ഞ കുഞ്ഞുമായിട്ടാ ഏട്ടത്തി ഇങ്ങോട്ട് വരാൻ പോകുന്നേ. അതിനുശേഷം എപ്പോഴാ ഇവളുടെയൊക്കെ ശരീരത്തില് പിശാച് കയറുന്നെന്ന് പറയാൻ പറ്റില്ല കണ്ണേട്ടാ. കുറെ കയറിയല്ലോടി, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞാൻ നടന്നും ഇവളുടെ ഭർത്താവ് ഉണ്ണി വീൽ ചെയറിൽ വരുന്നതും ഇവൾക്ക് കാണേണ്ടി വന്നില്ലേ? എന്ത് കണ്ടാലും പഠിക്കില്ല. ഇനി 2 രാക്ഷസന്മാരും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങാനുണ്ട്. അതൊക്കെ കഴിയുമ്പോ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എനിക്കറിയില്ല. ഏതായാലും മാർക്കോ ജീവനോടുണ്ടെങ്കിൽ വാമദേവനും പ്രതാപനും ഒക്കെ പുറത്ത് പാള കെട്ടിവെച്ച് നടക്കേണ്ടി വരും. അതുപോലെ ഇടിച്ച് അവന്റെയൊക്കെ നടുപുറം പഞ്ചറാക്കും മാർക്കോയും ലോപ്പസും കൂടി. ഞാൻ പോവാ കണ്ണേട്ടാ, എന്താന്ന് വെച്ചാ അയക്കോ. പിന്നെ അമ്മയോട് ഞാൻ ഒരിക്കൽ കൂടി പറയുവാ, അമ്മമാര് വിളമ്പുന്ന ഭക്ഷണത്തില് അതിന്റെ സ്നേഹം കൂടെ ഉള്ളത് കൊണ്ടാ രുചി കൂടുന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ രുചിയുള്ള ഭക്ഷണം കണ്ണേട്ടം കഴിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതിൽ വിഷം കലർത്തി കൊടുത്ത് എന്റെ ഏട്ടനെ കൊല്ലരുത്. എടി, വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതുകൊണ്ടാ നിന്നെ ഞാൻ പിടിച്ച് തള്ളാത്തത്. കയറി പോടി. ഈ സമയത്ത് അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് അവളെ വേദനിപ്പിക്കാൻ പാടില്ലമ്മേ. അവളും ഉണ്ണിയും എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിരപരാധിയാ. എന്തിനാ മോനെ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നത്? ആ കുഞ്ഞിന്റെ ഭാവി കൂടി കളയാനോ? ഞാൻ പറഞ്ഞല്ലോ അമ്മയോട്, ഉണ്ണി അവള് ജനിച്ചത് ആ ഒരു സാഹചര്യത്തിലാ. അവരുടെ ചെവിയിൽ നന്മ ഉപദേശിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഉണ്ണിയോട് ഞാൻ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അമ്മയും അമ്മയുടെ ആങ്ങളെ ഉൾപ്പെടെയുള്ളവര് പണത്തിന് മനുഷ്യ സ്നേഹത്തെക്കാൾ മൂല്യമുള്ളതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പ്രതാപനും അവളുടെ മുത്തശ്ശിയും കൂടെ കരുണയ്ക്കും അത്ര ഉപദേശങ്ങളാ കൊടുത്തത്. പിന്നെ അവരൊക്കെ ഇങ്ങനെ ആയിപ്പോയതില് വലിയ അത്ഭുതമൊന്നുമില്ലമ്മേ. സ്വന്തം അച്ഛനെ കൊല്ലിച്ചവനും കൊന്നവനും ഒക്കെ കൂടെ പിടിച്ച് കൂട്ടു നിന്നിട്ട് നിരപരാധികളെ കൊന്നൊടുക്കാനല്ലേടാ നീ നോക്കുന്നേ. പുഴു അരിച്ച് ചാവാതിരിക്കണമെങ്കിലേ മര്യാദക്ക് ജീവിക്കാൻ നോക്കടാ. ആവേശത്തോടെ പോയിട്ട് തിരികെ വന്നോ? എന്തിനാ വന്നത്? ജീവിക്കാൻ. നീ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ട് പോയത്. എന്നൊന്ന് പിടിച്ചു കിടത്താൻ പറഞ്ഞിട്ട് പോലും നീ അത് കേട്ടില്ലല്ലോ. പെട്ടെന്നെന്താ ഒരു മാറ്റം?
ഓ, വീട്ടിൽ ചെന്നപ്പോ കിളവി ഉപദേശമായിരിക്കും. വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഭർത്താവിനെ കളയരുതെന്നൊക്കെ അല്ലേ? ഇതിനു മുൻപ് ശരിക്കും ഞാൻ എല്ലാവരുടെയും മുൻപിൽ അനുസരണയോടെ നിന്നതേ എന്റെ അച്ഛൻ വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ടാ. എന്റെ അച്ഛനാണ് ഉണ്ണിയേട്ടന്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നതെന്ന് നിങ്ങൾ ആരും അറിയാത്തത് കൊണ്ട് അത് അറിഞ്ഞവരുടെ മുന്നില് ഞാനൊരു അടിമയെ പോലെ നിന്നതാ, അവരാരോടും ഒന്നും പറയാതിരിക്കാൻ വേണ്ടി. എന്നാ ഇപ്പൊ അങ്ങനെയല്ല, എനിക്ക് മാറിയേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞു പോലും അനാഥയായി പോവും. എന്നെ തള്ളിക്കളഞ്ഞിട്ട് നിന്റെ ചേച്ചിയെയും കമലേശ്വരത്ത് ആ വല്യേണ്ണെ സ്നേഹിക്കാനാണോ നിന്റെ പുറപ്പാട്? അതല്ലേ നല്ലത്. എനിക്കൊരു ഹോസ്പിറ്റൽ ചെലവ് വന്നാൽ അത് വഹിക്കാൻ പോലും താല്പര്യം കാണിക്കാത്ത ഒരാളെ സ്നേഹിച്ചിട്ട് എന്താ പ്രയോജനം? എന്നാ പിന്നെ നിനക്ക് ബന്ധം പിരിഞ്ഞൂടെ? ഇപ്പോ അതിനും പറ്റാത്ത സാഹചര്യമായി പോയി. എന്റെ അച്ഛന്റെ കേസ് നടത്തണം, അതിന് പൈസ വേണ്ടേ? ഓ, പിന്നെ അന്നത്തെ അപകടത്തിന് നഷ്ടപരിഹാരം വേണമെന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ണിയേട്ടനാ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ സർവ്വ സ്വത്തുക്കളും വിറ്റിട്ട് വേണം അത് കൊടുക്കാൻ. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ആകെ കൂടി അവശേഷിക്കുന്നത് മുത്തശ്ശിയുടെ തറവാട് വീടും പിന്നെ മുത്തശ്ശിയുടെ പക്കലുള്ള കുറച്ച് സ്വർണമൊക്കെയാ. അത് എനിക്കൊപ്പം ചേർന്നത് നീ അറിഞ്ഞില്ല അല്ലേ മോളെ? ഇനി അച്ഛന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതും വിറ്റ് തൊലക്കേണ്ടി വരുമോന്നൊന്നും അറിയില്ല. അതൊരിക്കലും വേണ്ടി വരില്ല. എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനൊരവസ്ഥയിൽ എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടി എന്റെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിയേ പറ്റൂ. നീ എന്താന്ന് വെച്ചാ ആയിക്കോ. അതൊരു അഭിനയമാണെങ്കിൽ നല്ലതാണെന്നേ ഞാൻ പറയും. അതല്ല സീരിയസ് ആണെങ്കിൽ അത് അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റില്ല. ഞാൻ സീരിയസ് തന്നെയാ. ഇനി ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നാളെ എന്റെ കുഞ്ഞിനെ പോറ്റാൻ അന്യന്റെ പാത്രം കഴുകേണ്ടി വരുവാണെങ്കിൽ ഇപ്പോഴേ ഞാനതൊക്കെ പഠിച്ചു വെക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് വ്യക്തമായ തീരുമാനം എടുത്തിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വേണം? അത് പിന്നെ എനിക്കിപ്പോ അത്യാവശ്യം പാചകമൊക്കെ അറിയാലോ അമ്മേ, അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. ഡി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നീ എന്നെ സഹായിക്കണ്ടെന്ന്. നീ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തില്ലെന്ന് ആര് കണ്ടടി? ഡി, കണ്ണൻ അപകടം ഉണ്ടാവാൻ പോകുന്ന കാര്യം നിനക്കറിയാമായിരുന്നല്ലോ, എന്നിട്ട് നീ അത് പറഞ്ഞോ? അങ്ങനെയുള്ള നിന്നെ എങ്ങനെ ഞാൻ അടുക്കളയിൽ കയറ്റൂടി? അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. ഉണ്ണിയേട്ടനെ അനുസരിക്കാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റില്ലാന്ന്? എടി, നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലേ നിന്നോട് ഇവിടെ നിൽക്കാൻ ഞാൻ പറയും, കണ്ണൻ പറയും. ഇപ്പൊ പിന്നെ എന്തായി? ദേ, ഉണ്ണി കിടപ്പിലായോ? എടി, എത്രയോ നാളായി നീയും നിന്റെ അച്ഛനും വാമദേവനും എല്ലാം കൂടെ കണ്ണനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നോക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും നടന്നോടി? അന്നൊക്കെ ഞാനും എല്ലാത്തിനും കൂട്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്കും തിരിച്ചടി കിട്ടിയതല്ലാതെ കാലണയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല. എന്റെ മോള് മാറിയപ്പോ തന്നെ ഞാനും മാറണമായിരുന്നു. ഇനിയിപ്പോ അതേപറ്റി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. എടി, നിനക്ക് അടുക്കളപ്പണി ചെയ്യാൻ കൊതിയാണെങ്കിലേ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞു വെക്കാൻ നോക്ക്. വല്ല സവാളയോ മുളകോ മറ്റോ. അല്ലാതെ കറികളൊന്നും നീ ഉണ്ടാക്കണ്ട. നിന്നെ കാണുമ്പോഴേ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ ബോധം എനിക്കില്ല. അത്രയ്ക്ക് ഞാൻ നിന്നെ വെറുത്തു. അതെ, നിന്റെ അച്ഛനോടുള്ള വെറുപ്പാ.
രണ്ടെണ്ണോയെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോവാണല്ലോ. ആ, ഇനി ആ മാർക്കോ മിക്കവാറും രണ്ടെണ്ണത്തെ അങ്ങ് തീർത്തോളും. ഇപ്പൊ ഉണ്ണിയേട്ടൻ ചെയ്തതിനും അന്ന് എന്റെ അച്ഛൻ ചെയ്തതിനൊന്നും ഞാൻ ഉത്തരവാദി അല്ല. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോ പഴി കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഞാനാ. അതെ, നിനക്ക് അത്രയ്ക്ക് ശ്വാസം മുട്ടലാണെങ്കിലേ നീ നിന്റെ പുന്നാര മുത്തശ്ശിയുടെ അടുക്ക പോയി നിക്ക്. അവരെ നിനക്ക് ചേരത്തുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ എന്തൊരു ആശ്വാസമാ. അങ്ങനെ ആശ്വസിക്കണ്ടടാ, ഇനി കേസ് കിടക്കും. പിന്നെ ജയിലിലേക്ക് പോയി കഴിഞ്ഞാലേ വല്ലപ്പോഴും പരോള് കിട്ടിയാലായി. അല്ല, കണ്ണന്റെ കയ്യും കാലും പിടിച്ചു നോക്കാം. ഉള്ളതെല്ലാം വിറ്റുപറക്കി അവനങ്ങ് കൊടുക്കാം. എന്നാലും കോടതി കൊടുക്കുന്നതിന്റെ അത്രയും കൊടുക്കണ്ടല്ലോ. എടാ മണ്ട, കണ്ണന് നിന്റെ സ്വത്തും പടമൊന്നും ആവശ്യമില്ല. അവൻ ഇപ്പൊ തന്നെ കോടീശ്വരനാ. പിന്നെ അവന് സിമ്പതി തോന്നിയാലേ രക്ഷയുള്ളൂ. അതിനുള്ള സാധ്യത കുറവാ. നിന്റെ മോള് ലക്ഷ്മിയെ തള്ളിയിട്ടില്ലായിരുന്നെങ്കിൽ അവൻ കേസിനും വഴക്കിനും ഒന്നും പോകത്തില്ലായിരുന്നു. അവൻ കേസിനും വഴക്കിനൊക്കെ പോയത് എപ്പോഴാ? അവന്റെ അച്ഛന്റെ അപകട മരണം ഒരു കൊലപാതകമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണേ. തന്റെ കൊട്ടേഷനാണ് ആ കൊലപാതകം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. പക്ഷേ നിന്റെ മോടെ പ്രവൃത്തി അതിനാക്കം കൂട്ടിയെന്നാ ഞാൻ പറഞ്ഞു. താൻ വന്ന് വണ്ടി കയറി. നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ എന്റെ കൈ കാര്യമായിട്ടൊന്നുമില്ല പ്രതാപ. ഇല്ലെങ്കിൽ അതിനും കൂടെ ജയിലിൽ കിടക്കണം താൻ. ഒരു 4-5 കൊല്ലം കൂടി അധികം അവിടെ കിടന്ന് തന്റെ ആയുസം കൊടുങ്ങട്ടെ. കണ്ണി ചോരയില്ല സംസാരിക്കാടാ. താനെന്ന് എനിക്ക് ആ കൊട്ടേഷൻ തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അന്തസ്സായിട്ട് മാന്യമായിട്ട് എനിക്ക് ജീവിക്കായിരുന്നു. കോറിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടാ? കുഴപ്പമില്ല സാറേ. ആ, ആർക്കറിയാം, കണ്ണൊന്ന് തെറ്റിയാ കഴുത്തിറക്കുന്നവന്മാരാ കോറിയിലുള്ളവര്. നീ വണ്ടി വിടാ മോനാ. ഇടിച്ചു തെറിപ്പിക്കടാ അവനെ. മാർക്കോ എനിക്ക് പേടിയാ സാറേ. ഇറങ്ങണേ ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങണേ ഇങ്ങോട്ട്. പോടാ പോടാ. മാർക്കോ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഞങ്ങള് ജയിലിൽ കിടന്നിട്ട് വരിക. അറിഞ്ഞടാ, നീയൊക്കെ ജയിലിൽ നിന്ന് വരുവാണെന്ന്. അതറിഞ്ഞിട്ട് തന്നെയാ നിന്റെയൊക്കെ പിന്നാലെ ഞങ്ങൾ കൂടിയത്. വാമാ, നീ കൊട്ടേഷൻ കൊടുത്തു കണ്ണൻ സാറിന്റെ അച്ഛന്, അല്ലേ? ഇവന്റെ ലോറി കൊണ്ട് കണ്ണൻ സാറിന്റെ അച്ഛനെ കൊന്നു. കണ്ണൻ സാറിനെ വീൽ ചെയറിലും ആക്കി. അതിന് കോടതി ഞങ്ങളെ ശിക്ഷിച്ചല്ലോ. കോടതിയിലെ ശിക്ഷിച്ചോളൂ. ഇനി ഞങ്ങളുടെ ഒരു കോടതിയുണ്ട്, അല്ലേടാ ലോപ്പസേ? അതെ അതെ. അവിടെ
ഞങ്ങളൊരു വിധി പറയും. ദേവി ഇത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഹേയ്, ഉപദ്രവിക്കാനൊന്നുമല്ല, ഒന്ന് സ്നേഹിക്കാനാ ഞങ്ങൾ പോകുന്നത്. കുറച്ച് സ്നേഹം നിങ്ങൾ രണ്ടാൾക്കും തരാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകാൻ പോവുക. ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ജയില് തല്ലിപ്പൊളിച്ച് അതിനകത്ത് വന്ന് നിങ്ങൾ രണ്ടെണ്ണത്തിനെ പൂട്ടിയിട്ട് കത്തിക്കാനാ തോന്നിയത്. എന്തൊക്കെയാടാ രണ്ടും കൂടെ ചെയ്തു കൂട്ടിയത്? എനിക്ക് നല്ല സുഖമില്ല മോനെ. നിന്റെ അസുഖമൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം. മാർക്കോ, മോനെ, നിനക്കറിയാവുന്നല്ലേ, ഞാൻ ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് മോനും ഈ ലോപ്പസ് മോനും കൂടെ എന്റെ ദേഹത്ത് കൈവച്ചതല്ലേ. അതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ആര് പറഞ്ഞു മാറിയിട്ടില്ലെന്ന്? ഇപ്പോ ശരീരമൊക്കെ ഒന്ന് സെറ്റായി കാണും, എല്ലുകളൊക്കെ ഒന്ന് ഉറച്ചു കാണും. ഇനി അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനാണ്. അയ്യോ വേണ്ട. ഞാനേ ചെറുപ്പം വരുന്ന സമയത്ത് പൈസക്കൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താ ഈ കാലം എന്റെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് തന്നിട്ട് കണ്ണന്റെ അച്ഛൻ സഞ്ചരിക്കുന്ന ബൈക്കിലോട്ട് ലോറി കയറ്റണമെന്ന് പറഞ്ഞ. ഇവൻ പറഞ്ഞതുപോലെ തന്നെ നീ അങ്ങ് ചെയ്യുകയും ചെയ്തു അല്ലേ? ചെറുപ്പകാലത്ത് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ആൾക്കാരെ കൊല്ലും അല്ലേ? അങ്ങനെ അല്ല ലോപ്പസേ, രണ്ടെണ്ണത്തെ ഈ വണ്ടി കയറ്റിട്ട് നീ അങ്ങ് വിട്ടോ. ഞാൻ പിന്നാലെ ഉണ്ട്. എത്തേണ്ടിടത്ത് എത്തുമ്പോ ഇവൻ വണ്ടി നിർത്തും. അതുവരെ രണ്ടെണ്ണവും അഭ്യാസമൊന്നും കാണിച്ചേക്കരുത്, കേട്ടല്ലോ? കേറ്. കേറാങ്ങോട്ട്. കേറാ. അങ്ങോട്ട്. കേറടാ അങ്ങോട്ട്. അയ്യോ കേറാ. കേറ്. കേറാ.